വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. എൽ.കെ. അഡ്വാനിക്ക് ഭാരതരത്ന. ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളാണ് എൽ.കെ. അഡ്വാനി എന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് അഡ്വാനി നൽകിയ സംഭാവനകൾ സ്മരിക്കപ്പെടണം. എൽ.കെ. അഡ്വാനിക്ക് ഭാരതരത്നം നൽകപ്പെടുമെന്നതിൽ അതിയായ സന്തോഷമെന്നും മോദി കുറിച്ചു. ആദർശ് തുളസീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആദർശ്, ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് എൽ.കെ. അഡ്വാനിക്ക് ഭാരതരത്ന നൽകുക എന്നത്. പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നു. വിശദാംശങ്ങൾ. അഖില പറഞ്ഞതുപോലെ തന്നെയാണ് രാജ്യത്തെ രാഷ്ട്രീയ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമാണ് ഇത്തവണ എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന നൽകുവാനുള്ള തീരുമാനം. നേരത്തെ ബീഹാർ മുൻ മുഖ്യമന്ത്രിക്ക് അടക്കം ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ ഭാരതരത്ന പ്രഖ്യാപിച്ചുകൊണ്ട് എൽ.കെ. അദ്വാനി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നമുക്കറിയാം. എൽ.കെ. അദ്വാനി രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി പദവിയിൽ വരെ എത്തിയിരുന്നു. രാജ്യത്തെ ഏറ്റവും ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവായാണ് എൽ.കെ. അദ്വാനിയെ കണക്കാക്കുന്നത്. രാമക്ഷേത്ര പ്രക്ഷോഭത്തിലടക്കം അദ്വാനി വഹിച്ച നേതൃപരമായ പങ്ക് അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കടക്കം ഏറെ നിർണായകമായതായിരുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ അദ്വാനിയുടെ രാഷ്ട്രീയമായാലും അദ്വാനി മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകളായാലും അതെല്ലാം സ്മരിക്കപ്പെടും എന്ന് അദ്ദേഹം ഈ ഒരു ഭാരതരത്ന നൽകിക്കൊണ്ട് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മേഖലയിൽ കൃത്യമായി തന്നെ ഇതൊക്കെ ശ്രദ്ധേയമാവുകയാണ്. കാരണം ആദ്യം കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഭാരതരത്നയിലൂടെ രാഷ്ട്രീയ രംഗത്തെ കൃത്യമായിട്ടുള്ള മികച്ച പ്രകടനം നടത്തിയവർ, മികവ് പ്രകടിപ്പിച്ചവർ, അതല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്നും ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. കർപ്പൂരി ഠാക്കൂറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് യെ സംബന്ധിച്ചാണ്. എന്നാൽ എൽ.കെ. അദ്വാനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ദേശീയത എന്നതിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ രാമക്ഷേത്ര പ്രക്ഷോഭമായാലും ദേശീയതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചതായാലും ഒക്കെ എൽ.കെ. അദ്വാനി മുന്നോട്ട് വെച്ച കൃത്യമായിട്ടുള്ള ദേശീയത എന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനും അദ്ദേഹം മുന്നോട്ട് വെച്ച വികസനോന്മുഖ രാഷ്ട്രീയത്തിനും ഒക്കെയുള്ള അംഗീകാരം തന്നെയാണ് ഈ ഭാരതരത്നയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അഭിനന്ദന സന്ദേശത്തിൽ പോലും ആ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവായ എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന ലഭിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായും ഏറെ പ്രസക്തിയുണ്ട്. അവിടെയാണ് അഖില ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ദേശീയ തലത്തിൽ തന്നെ ഏറെ പ്രസക്തമാകുന്നതും ഏറെ ശ്രദ്ധേയമാകുന്നത്. കാരണം അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം അദ്വാനി ഉയർത്തിയ രാഷ്ട്രീയം അത് ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും രാമക്ഷേത്ര വിഷയത്തിലടക്കം അദ്വാനി സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകളിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയും പലപ്പോഴും വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എക്സിൽ പങ്കുവെച്ച അഭിനന്ദന സന്ദേശത്തിലൂടെ ആ കൃത്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഭാരതരത്നയുടെ കാര്യത്തിലായാലും അദ്വാനി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഒക്കെ ആയാലും പ്രധാനമന്ത്രി ഈ അഭിനന്ദന സന്ദേശത്തിലും ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അഖില.